നവമി, ഒരു കാര്യം വ്യക്തമാണ്, വലിയ തർക്കമുണ്ടായി എന്ന് മാത്രമല്ല ഭരണസമിതിക്ക് നേരെ അത്രമേൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായി. വസ്തുതകൾ നിരത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് അൻസിബ ചോദിച്ചത് എന്നും അൻസിബയ്ക്ക് പൂർണ്ണമായി പിന്തുണ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു സംവിധാനത്തിൻ്റെയും ഭരണസമിതിയാണ് കൂടുതൽ പക്വത പുലർത്തേണ്ടത്. ഒരുപക്ഷെ അതിലെ അംഗങ്ങൾ വൈകാരികമായി പ്രതികരിച്ചേക്കാം. അൻസിബയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അതിനെയൊക്കെ കൃത്യമായി പരിഹരിച്ചു പോവുക എന്നതുകൂടിയാണ് നേതൃത്വത്തിന് ഉത്തരവാദിത്തം. അതിൽ പരാജയപ്പെട്ടു എന്നതാണ്. അതുകൊണ്ടാണല്ലോ ഇനി പുതിയ ഒരു ഭരണസമിതി ഉണ്ടാകുമ്പോൾ അതിലേക്ക് ആരൊക്കെ വരണം, അവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത് പിഷാരടിയുടെ പേര് തന്നെയാണ്. പ്രത്യേകിച്ച് പിഷാരടി ഒരു MLA ആണ്, അഡ്ഹോക് കമ്മിറ്റിയുടെ ഭാഗമാണ്, നയിക്കുന്ന ആളാണ്. അപ്പോൾ പോലും പിഷാരടിയെ പോലെ ഒരാൾ സിനിമാ പ്രവർത്തകൻ എന്നതിനപ്പുറത്ത് ഇനി ഒരു ജനപ്രതിനിധി എന്ന നിലയിലൊക്കെ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ടെലിവിഷൻ ഷോകളും സിനിമകളും ഒക്കെ മറ്റൊന്ന്. അതുകൊണ്ട് തന്നെ ആ പേരൊക്കെ ഉയർന്നു വരുമ്പോഴും അതൊക്കെ സാധ്യമാകുമോ എന്നുള്ളതും സംശയകരമാണല്ലോ. അത് തന്നെയാണ് അഭിലാഷ്. ഇനിയിപ്പോൾ പിഷാരടി ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള ഒരു സാധ്യത വിദൂരമാണ്. നമുക്ക് പറയാൻ കഴിയില്ല, ചിലപ്പോൾ മത്സരിച്ചേക്കും. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഒരു പ്രയോറിറ്റി നൽകുന്നത് ഈ പറയുന്നത് പോലെ പാലക്കാടിനാണ്. പാലക്കാടിന്റെ MLA ആയി നിൽക്കുന്നു. താൽക്കാലികമായിട്ടുള്ള ഒരു ചുമതല ഏൽക്കണമെന്ന് സംഘടന ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് താര ഇതിലേക്ക് മുൻകൈ എടുത്തതെന്നായിരുന്നു പിഷാരടിയുടെ മറുപടി. അത് ജഗദീഷാണ് പിഷാരടിയുടെ പേര് മുന്നിലേക്ക് വെച്ചത്. ജഗദീഷാണ് ആവശ്യപ്പെട്ടത്. പിഷാരടി അതൊരു ജനപ്രതിനിധി കൂടിയല്ലേ, നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയല്ലേ രമേശ് പിഷാരടി എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പിഷാരടിയുടെ നേതൃത്വത്തിൽ ഒപ്പം ഗണേഷ് കുമാർ ഉണ്ട്. അങ്ങനെ ഒരു പിടി ആളുകളാണ് ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയിലുള്ളത്. അൻസിബ അഡ്ഹോക് കമ്മിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിഷാരടി ഇനിയിപ്പോൾ നേതൃസ്ഥാനത്തേക്ക് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് അൻസിബ അഡ്ഹോക് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താത്തത്. അങ്ങനെയാണെങ്കിൽ അൻസിബ മത്സരിക്കട്ടെ. അൻസിബയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു പിന്തുണ തന്നെയാണ് സംഘടനയിലുള്ളത്. നമുക്കറിയാം ആദ്യം പോലും അൻസിബ ഈ പരാതി ഉന്നയിച്ചതുപോലെ തനിക്കെതിരായിട്ടുള്ള പരാതികൾ ആദ്യം ഉന്നയിച്ചത് സംഘടനയിലാണ്. പക്ഷേ സംഘടനയിൽ അത് വേണ്ട വിധത്തിൽ സ്വീകരിച്ചില്ല, നടപടി സ്വീകരിച്ചില്ല. ശ്വേതാമേനോനടക്കം ഈ പരാതിയെ തള്ളുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷമാണ് അൻസിബ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ അൻസിബയെ പൂർണ്ണമായും തള്ളുന്ന ഒരു തരത്തിൽ, അല്ലെങ്കിൽ ബാബുരാജ് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് പോലും സുരക്ഷിത നൽകാത്തൊരു സംഘടനയായി ശ്വേതാമേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാറി എന്ന് പറയുന്നു. എന്തായാലും ഉടനെ നമുക്കൊരു തിരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കാം. അതിൽ ആരാണ് ഇനി തലപ്പത്ത് വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ് അഭിലാഷ്. തീർച്ചയായും താരങ്ങളുടെ സംഘടനയാണ്. താരങ്ങൾ എപ്പോഴും നമുക്കറിയാം ഒരുപക്ഷെ ഒരു വിനോദ ഉപാധി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ളത് സിനിമയ്ക്കാണ്. അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങളുടെ സംഘടനയ്ക്കകത്തുണ്ടാകുന്ന ചർച്ചകൾ, അതിനുള്ളിൽ ഉണ്ടാകുന്ന മറ്റ് ആഭ്യന്തരമായ തർക്കങ്ങൾ, അതൊക്കെ സാധാരണക്കാരായ ആളുകൾ ഏറെ നിരീക്ഷിക്കുന്ന ഒന്നാണ്. അതുമാത്രമല്ല സിനിമാ മേഖലയിലെ വലിയ ചൂഷണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരികയും അങ്ങനെ ഒരു ഹേമ കമ്മിറ്റി തന്നെ രൂപീകരിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇതിനെ ഒരു വ്യവസായം എന്ന നിലയിലേക്ക് ഇനി കണക്കാക്കി അത്തരം മാറ്റങ്ങൾ ബജറ്റിലടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യവസായം കൂടിയായി ഇത് മാറേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് താരസംഘടനയായ അമ്മയിലെ ചർച്ചകൾ, അവിടെ ഉയർന്നു വരുന്ന പരാതികൾ, ആ പരാതികളോടുള്ള നേതൃത്വത്തിന്റെ സമീപനം ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.